ഷാർജ ഗ്രാൻഡ് മോസ്കിനെ കുറിച്ചുള്ള എന്റെ കഴിഞ്ഞ വീഡിയോയിൽ UAE-യിലെ രണ്ടാമത്തെ വലിയ പള്ളി എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഒന്നാമത്തത് ഏതാണ്? അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ തലസ്ഥാന നഗരമായ അബുദാബിയിലാണ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയാണിത്. എന്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇത്തരം രസകരമായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാർക്കിംഗ് ഏരിയയിൽ നിന്നും നാം പ്രവേശിക്കുന്നത് വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്നുമാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ടൂർ ആരംഭിക്കേണ്ടത്. പ്രാർത്ഥനയ്ക്കായി വരുന്ന വിശ്വാസികൾക്ക് പ്രത്യേകമായി തന്നെ നേരിട്ട് പോയി പ്രാർത്ഥന നടത്തി തിരിച്ചു വരുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അവർക്കുള്ള പ്രവേശനം ഇവിടെ നിന്നല്ല. ഇരുഭാഗങ്ങളിലും പലതരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പള്ളിയുടെ മുമ്പിൽ നിന്നും നമുക്കെടുത്തിരുന്ന ഫോട്ടോകൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. മുന്നോട്ട് പോകുമ്പോൾ വലതുഭാഗത്തായി ഒരു മ്യൂസിയം കാണാൻ കഴിയും. അൽ അൻഡലസ് എന്ന പേരോട് കൂടിയ ഈ മ്യൂസിയത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ഐബീരിയൻ പെനിൻസുലയിലെ മുസ്ലിം ഭരണ പ്രദേശമായിരുന്നു അൽ അൻഡലസ്. ത്രികോണമിതി, ജ്യോതിശാസ്ത്രം, ശസ്ത്രക്രിയ, ഫാർമക്കോളജി എന്നിവയിലെ പ്രധാന മുന്നേറ്റങ്ങൾ ഉൾപ്പെടെ അൽ അൻഡലസിൽ നിന്നുമാണ്. അൽ ഇദ്രീസി സിൽവർ മാപ്പിന്റെ ഒരു മോഡൽ ഇവിടെ കാണാൻ സാധിക്കും. അറബ് ഭൂമിശാസ്ത്രജ്ഞനായ അൽ ഇദ്രീസി സിസിലിയിലെ റോജർ ഇലിനായി 2 ഭൂപടങ്ങൾ ഉണ്ടാക്കിയതായി പറയപ്പെടുന്നു. ഒന്ന് കടലാസിൽ, മറ്റൊന്ന് വലിയ വൃത്താകൃതിയിലുള്ള വെള്ളി ഡിസ്ക്. മ്യൂസിയം കാഴ്ചകൾ കഴിഞ്ഞാൽ ഇനി പോകുന്നത് മോസ്കിലേക്കാണ്. ഇവിടെ വരുന്നവർക്ക് വസ്ത്രധാരണ രീതിയിൽ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. സന്ദർശകർ ഇറുകിയ വസ്ത്രങ്ങൾ, ഷോർട്സ്, ട്രാൻസ്പെറന്റ് വസ്ത്രങ്ങൾ, സ്ലീവ്ലെസ് ഡ്രസ്സുകൾ ഒന്നും ധരിച്ച് അകത്ത് കടക്കാൻ അനുവദിക്കുകയില്ല. ഇത്തരത്തിൽ വസ്ത്രം ധരിച്ചെത്തുന്ന സന്ദർശകർക്ക് അവ കവർ ചെയ്യാൻ തരത്തിലുള്ള നീളം കുപ്പായങ്ങൾ ഇവിടെ ലഭ്യമാണ്. ടോളറൻസ് പാത്ത് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന വഴിയിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ നിന്നും ഏറ്റവും അവസാനത്തുള്ള എസ്കലേറ്റർ വരെ ഇലക്ട്രിക് വാഹനം സർവീസ് നടത്തുന്നുണ്ട്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ കാട്ടിൽ വരാമെന്ന് വിചാരിച്ചു. കാരണം നടന്നു പോകുമ്പോൾ കിട്ടുന്ന ചില ദൃശ്യങ്ങൾ എനിക്ക് ക്യാമറയിൽ പകർത്തേണ്ടതുണ്ട്. ബാഗേജ് സ്ക്രീനിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു പടുകൂറ്റൻ എസ്കലേറ്റർ വഴി നാം എത്തുന്നത് പള്ളിയുടെ വിശാലമായ ഒരു കോർട്ട്യാർഡിലേക്കാണ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ UAE-യിലെ ഏറ്റവും വലിയ ആ പള്ളി. 1996-ൽ ആരംഭിച്ച് നിർമ്മാണം പൂർത്തിയാക്കാൻ 2.5 ബില്യൺ ദിർഹം ചെലവിൽ 12 വർഷമെടുത്തു. ഈ മസ്ജിദ് ക്ലാസിക്, മംലൂക്ക്, ഓട്ടോമാൻ, ഫാത്തിമിൻ തുടങ്ങി വാസ്തുവിദ്യാ ശൈലികൾ ഉൾക്കൊള്ളുന്നു. കൂടാതെ ചന്ദ്രന്റെ ഘട്ടങ്ങളെ പ്രതിഫലിക്കുന്ന ഒരു ലൈറ്റിംഗ് സംവിധാനവും ഇവിടെ ഉണ്ട്. രൂപത്തിലും രൂപകൽപ്പനയിലും ഒരുപാട് സവിശേഷതകളുള്ള ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിന്റെ സൃഷ്ടി ലോകമെമ്പാടുമുള്ള നിർമ്മാണ കമ്പനികളുടെ സഹകരണത്തോടെയായിരുന്നു. ഇറ്റാലിയൻ എഞ്ചിനീയർമാരായ സലീനി, ഇംബ്രഗിലോ 38 കരാർ കമ്പനികളിൽ നിന്നുള്ള 3000 തൊഴിലാളികളെയാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യ, ജർമ്മനി, ഈജിപ്ത്, തുർക്കി, യുണൈറ്റഡ് കിങ്ഡം, ചൈന, പാകിസ്ഥാൻ എന്നിവയിൽ നിന്നുള്ള കരകൗശല തൊഴിലാളികൾ അവരുടെ കഴിവുകൾ ഇതിന്റെ നിർമ്മാണത്തിൽ ഒഴിച്ചുകൂടാവാനാത്ത സംഭാവനകൾ തന്നെയായിരുന്നു. വെളുത്ത ഗ്രീക്ക്, ഇറ്റാലിയൻ മാർബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആകെ ഈ പള്ളിക്ക് 82 ഡോം അഥവാ കുബ്ബുകൾ ആണുള്ളത്. മസ്ജിദിന്റെ പ്രധാന പ്രാർത്ഥനാ ഹാളിൽ മുമ്പിൽ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് ഏറ്റവും വലിയ ഡോം. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് ഒരു വലിയ പള്ളിയാണ്. 40,000-ലധികം സന്ദർശകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും വലുത്. ഇതിന്റെ സമുച്ചയം 22,400 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ളതാണ്. പ്രധാന പ്രാർത്ഥനാ ഹാളിൽ 7,000-ലധികം ആരാധകർക്ക് കഴിയും. കൂടാതെ 1,500 വീതം ശേഷിയുള്ള 2 ചെറിയ പ്രാർത്ഥനാ ഹാളുകളും ഉണ്ട്. 1,00,000 ടണ്ണിലധികം ക്രീക്ക് മാസിഡോണിയൻ മാർബിളാണ് ഇതിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്രമാത്രം വലിപ്പമുള്ള പള്ളിയാണിത്. ഇതിന്റെ ചുവരിൽ കാണുന്ന ഈ ചിത്രപ്പണികളെല്ലാം പെയിന്റിംഗ് പോലെ തോന്നുമെങ്കിലും പല വർണ്ണങ്ങളിലുള്ള മാർബിൾ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കിയവയാണ്. ഇതാണ് മെയിൻ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ആ ചെറിയ പ്രയർ ഹാൾ. പ്രധാന പ്രാർത്ഥനാ ഹാളിലുള്ള ഈ കാർപ്പറ്റ് ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ളതാണ്. 1300 ഇറാനിയൻ കരകൗശല വിദഗ്ധർ ന്യൂസിലാൻഡ് കമ്പിളി ഉപയോഗിച്ച് കൈകൊണ്ട് നെയ്ത്തുണ്ടാക്കിയതാണ്. ഇത് വളരെ ഭാരമുള്ളതായതിനാൽ അത് പൊളിച്ച് 2 വിമാനങ്ങളിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും തുന്നിക്കെട്ടിയതാണ്. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് ഇംഗ്ലീഷിലോ അറബിയിലോ സൗജന്യ ഗൈഡ് ടൂറുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഷോർട്സൊക്കെ ഇട്ടിട്ട് വന്ന വിദേശികൾ എൻട്രൻസിൽ നിന്നും വാങ്ങിയ അറബിക് വസ്ത്രങ്ങൾ ധരിച്ച് ഇത്തരത്തിൽ കറങ്ങി നടക്കുന്ന രസകരമായ കാഴ്ചകളും കാണാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മെയിൻ പ്രെയർ ഹാളിന് ശേഷമുള്ള 2ാമത്തെ ചെറിയ ഹാളിന് മുമ്പിലാണ്. ഇവിടെ നിന്നാൽ 3 ഹാളുകളിൽ തൂങ്ങിക്കിടക്കുന്ന മനോഹരവും ഭീമാകാരവുമായ ലൈറ്റ് ഒന്നിച്ച് കാണാൻ സാധിക്കും.
നിസ്കാരത്തിന് മുമ്പ് അംഗശുദ്ധി വരുത്തേണ്ട ഏരിയയിലേക്ക് പോകാം. വളരെ അത്യാധുനിക രീതിയിൽ ആകർഷകമായ ഡിസൈനോട് കൂടിയ ഇരിപ്പിടങ്ങളും വുളു ഏരിയകളും എല്ലാം ആരിലും അതിശയം ജനിപ്പിക്കുന്നവയാണ്. ഇനി ഈ പള്ളിയുടെ കോർട്ട്യാർഡിലേക്ക്. അല്പനേരം കാത്തിരുന്നപ്പോഴേക്കും കാട്ടു വന്നു. ഇനി തിരിച്ചുള്ള വഴികളെല്ലാം ഈ വാഹനത്തിൽ കൂടിയാണ്. ഇവിടെ ഇറങ്ങി എസ്കലേറ്റർ വഴി താഴേക്ക് പോയ ശേഷം വീണ്ടും അടുത്ത കാട്ടിനായി ഊഴം കാത്തിരിക്കണം. ഈ മഹത്തായ നിർമ്മിതിക്ക് പിന്നിലെ പ്രേരക ശക്തിയായിരുന്ന UAE ആദ്യ പ്രസിഡന്റ് അന്തരിച്ച ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാനിൽ നിന്നാണ് ഗ്രാൻഡ് മോസ്കിന് ഈ പേര് ലഭിച്ചത്. സഫ പാലത്തിനും മക്ത പാലത്തിനും ഇടയിലുള്ള അബുദാബി ദ്വീപിന്റെ പ്രവേശന കവാടം അദ്ദേഹം ഇതിന് നിർമ്മിതിക്കായി തിരഞ്ഞെടുത്തു. അത് തന്റെ അന്ത്യവിശ്രമ സ്ഥലമാകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ പള്ളിയുടെ മുറ്റത്ത് വസിക്കുന്നു. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലെ ദൃശ്യങ്ങളെല്ലാം എന്റെ ക്യാമറയിൽ പകർത്തിയതിനു ശേഷം ഞാൻ ഇപ്പോൾ പാർക്കിംഗ് ഏരിയയിലേക്ക് എന്റെ വണ്ടി വെച്ച സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ്. ഇവിടേക്ക് അബുദാബി ടൗണിൽ നിന്നും അബുദാബി ഗവൺമെന്റിന്റെ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. ശനി മുതൽ വ്യാഴം വരെ രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെയും വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 മുതൽ 10 വരെയും ഇത് സന്ദർശകർക്കായി തുറന്നിരിക്കുന്നു. അബുദാബി ഷെയ്ഖ് സായിദ് മോസ്കിന്റെ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.